ഹായ്, തികച്ചും സൗജന്യമായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തണോ? ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്കില്ല്, അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷിൽ വാക്കുകൾ ഉപയോഗിക്കാനുള്ള കഴിവ്, ഇതെല്ലാം സൗജന്യമായി മെച്ചപ്പെടുത്താൻ ഒരു വഴിയുണ്ട്. എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓൺ ആക്കുക. എന്നിട്ട് അവിടെ മലയാളം ടു ഇംഗ്ലീഷ് നടിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന ഗൂഗിളിൻ്റെ ഡിക്ഷണറിയാണ്. അതിന് താഴെ ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് എന്ന് കാണാം. അവിടെ പ്രാക്ടീസ് എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് ആൻസർ നമുക്ക് പറഞ്ഞു കൊടുക്കാം. മൈക്കിൻ്റെ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക, അലോ കൊടുക്കുക, ഐ എഗ്രി കൊടുക്കുക. ടേംസ് ആൻഡ് പ്രൈവസി നോട്ടീസ് വരും, അത് എഗ്രി കൊടുക്കുക. ഐ ആം ഗ്രേറ്റ്, ഹൗ ആർ യു. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ ഒരു പച്ച ചിഹ്നം വരും. പിന്നെ നമുക്ക് ഈ ഒരു കാര്യം തന്നെ പല വിധത്തിൽ പറയാം. അതെങ്ങനെയാണെന്ന് സജഷൻസ് താഴെ കാണിക്കും. ഐ ആം ഗ്രേറ്റ്, ഹൗ ആർ യു, ഐ ആം പ്രെറ്റി ഗുഡ്, ഐ ആം ഗ്രേറ്റ്, ഐ ആം ഹാവിങ് എ റിയലി ഗുഡ് ഡേ. അതായത് ഇങ്ങനൊരു ചോദ്യം നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ ഒരു വിധത്തിലൊക്കെ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഇനി അതൊക്കെ നമുക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയുന്നില്ലെങ്കിൽ അവിടെ ഒരു സ്പീക്കറിന് ചിഹ്നം കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തരും. ഈ രീതിയിലൊക്കെ ഇതിന് ആൻസർ കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ മീനിങ് അറിയില്ല, അങ്ങനെയെങ്കിൽ ഓരോ വാക്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം മീനിങ് നമുക്കിവിടെ കാണിക്കും. നമ്മൾ ലാംഗ്വേജ് സെറ്റ് ചെയ്യണം. അതിനായി സെലക്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ മലയാളം സെർച്ച് ചെയ്യുക, ചേഞ്ച് കൊടുക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് അറിയുന്നില്ലെങ്കിൽ ആ വാക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഐ ആം എനിക്ക്, ഗ്രേറ്റ് സുഖമാണ്, ഹൗ സുഖമാണ്, ഹൗ ആർ യു സുഖമാണോ, ഐ ആം ഞാൻ, പ്രെറ്റി വളരെ നല്ലവനാണ്, ഐ ആം റിയലി റിയലി വളരെ ഗുഡ്. അങ്ങനെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അടുത്ത ചോദ്യം വരും, ഈസ് യുവർ ഫാമിലി ബിഗ്. ഇനി അത് എങ്ങനെ ആൻസർ കൊടുക്കുമെന്ന് നോക്കാം. അതിനുള്ളൊരു ഹിൻ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. മൈ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൈ ഫാമിലി ഈസ് ബിഗ്. അത് കുറച്ച് ശരിയാണ്. അവിടെ ഒരു പച്ച പ്രോഗ്രസ് ബാർ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആൻസറിൻ്റെ ഒരു സ്കോർ അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലല്ല, മറ്റ് 3 രീതിയിൽ കൂടെ ഇവിടെ കാണിക്കും. മൈ ഫാമിലി ഈസ് ഹ്യൂജ്, ആ രീതിയിൽ ആൻസർ കൊടുക്കാം. My family is huge. അതല്ലെങ്കിൽ നോ, മൈ ഫാമിലി ഈസ് സ്മാൾ. No, my family is small. അതിന് അതല്ലെങ്കിൽ My family isn't too big, but we always get together for the holidays. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിന് ആൻസർ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ചോദ്യവും അതിനുള്ള ആൻസറും. ഇനി അതിനെല്ലാം മീനിങ് അറിയില്ലെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അറിയാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.